അവിടെയും ഒരു ആശങ്ക രൂപപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ BJP പറഞ്ഞിരിക്കുന്നത് ഈ സംസ്ഥാനത്ത് ജനസംഖ്യയേക്കാൾ കൂടുതൽ ആധാർ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ്. 50 ലക്ഷം പേരുടെ കയ്യിലാണ് അധികമായി ആധാർ കാർഡുകൾ ഉള്ളതെന്നും അങ്ങനെ വ്യാജമായി എൻറോൾമെന്റ് വോട്ടർ പട്ടികയിൽ നടന്നിട്ടുണ്ട് എന്നുമാണ് BJP ആരോപിക്കുന്നത്. അതൊരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ ഈ പറയുന്ന SIR പൂർത്തീകരിക്കുമ്പോൾ 50 ലക്ഷം പേര് കേരളത്തിൽ പുറത്താക്കപ്പെടാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ട. അപ്പൊ BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണ് ഈ SIR എന്ന് പറയുന്നത്. നോക്കൂ, ബംഗാൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഈ പറയുന്ന ഈ പ്രക്രിയയിൽ BJP ലക്ഷ്യം വെക്കുന്ന ഒരു സംസ്ഥാനമാണ് ബംഗാൾ. എന്തുകൊണ്ടാണ് ബംഗാളിനെ ലക്ഷ്യം വെക്കുന്നത്? നമുക്കറിയുന്നത് പോലെ ബംഗാളിൽ വലിയ കുടിയേറ്റം നടക്കുന്നുണ്ട്. അത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ്. ആ കുടിയേറ്റക്കാരെ മമതാ ബാനർജി അവിടെ സംരക്ഷിക്കുന്നു, അവരെ ഒരു വോട്ട് ബാങ്കായി നിലനിർത്തുന്നു. അങ്ങനെയാണ് മമതാ ബാനർജി തന്റെ അധികാരം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ BJPക്ക് വിജയിക്കാൻ കഴിയാത്തത് എന്ന് BJPക്ക് ഒരു തീരുമാനമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിക്കൊണ്ട് ആ വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കുക എന്നൊരു പൊളിറ്റിക്കൽ പ്രോജക്ട് നിശ്ചയമായും BJPക്ക് ഉണ്ട്. നോക്കൂ, BJP ഭാവന ചെയ്തിരിക്കുന്നത് തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. കോൺഗ്രസിനെ അവർ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ തങ്ങളോട് അലൈൻ ചെയ്യാത്ത, തങ്ങളുടെ ചേരിയിൽ നിൽക്കാത്ത മറ്റെല്ലാ പാർട്ടികളെയും ഇല്ലാതാക്കാനാണ് BJPയുടെ തീരുമാനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആം ആദ്മി പാർട്ടിയെ ഡൽഹിയിൽ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട് അവര്. ഉടൻ തന്നെ അവർ പഞ്ചാബിലും ആം ആദ്മി പാർട്ടിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നീങ്ങും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നല്ലൊരു ശതമാനം മുസ്ലിം വിഭാഗമുണ്ട്, അവരെ നിശ്ചയമായും വെട്ടിമാറ്റും. അങ്ങനെ സമാജ്വാദി പാർട്ടിയുടെ ശക്തിയായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്കിനെ ഇല്ലാതാക്കിക്കൊണ്ട് BJPക്ക് എക്കാലവും ഭരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉത്തർപ്രദേശിൽ നടപ്പാക്കുക എന്നുള്ളതും ഈ SIR ലക്ഷ്യമാണ്. ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ പ്രോജക്ട് BJPക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമുക്ക് SIRന്റെ കേരളത്തിലെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 50 ലക്ഷം പേർക്ക് ഈ ആധാർ കാർഡ് അധികമായിട്ടുണ്ട്. അവർ വ്യാജമായ രീതിയിൽ കേരളത്തിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അവരുടെ വോട്ടർ പട്ടികയിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ വെട്ടിനീക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് കേരളത്തിലെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടത് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ അതൊരു സൂചനയായിട്ട് എടുക്കാമെങ്കിൽ കേരളത്തിലും വോട്ടേഴ്സിന്റെ ഡിലീഷനാണ് സംഭവിക്കുക, എക്സ്ക്ലൂഷനാണ് സംഭവിക്കുക, ഇൻക്ലൂഷൻ അല്ല സംഭവിക്കുക. ജനാധിപത്യം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം കൂടിയുണ്ട്. നോക്കൂ, പൗരത്വ നിയമം നടപ്പാക്കാൻ ശ്രമിച്ച ഒരു രാജ്യമാണ്, ഒരു സർക്കാരാണിത്. ആ പൗരത്വ നിയമം പല കാരണങ്ങളാൽ നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോട്ടേഴ്സ് ലിസ്റ്റിലൂടെ പൗരത്വ രജിസ്റ്റർ ഒളിച്ചു കടത്തുകയാണ് ചെയ്യുന്നത് എന്നൊരു വളരെ പ്രധാനപ്പെട്ട ആരോപണം കൂടി ഈ SIRന് നേരെ ഉയർന്നു വരുന്നുണ്ട്. നോക്കൂ, ഒരു രാജ്യത്തെ പൗരന്മാർക്ക് വോട്ടവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വമാണ്. വോട്ടവകാശം എന്ന പൗരാവകാശം എല്ലാവർക്കും ഉറപ്പാക്കുക എന്നുള്ളത് ആ പോളിസിയാണ് നമ്മൾ ഇതുവരെ പിന്തുടരുന്നത് എങ്കിൽ ഇപ്പോഴത് അതിന്റെ നേർവിപരീതമായ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും നമ്മുടെ പൗരത്വം തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഇനി മുതൽ അത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമല്ല, എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. എനിക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വോട്ടവകാശം കിട്ടണമെങ്കിൽ ഈ രാജ്യത്തെ പൗരനാണ് നിങ്ങൾ എന്ന് തെളിയിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥമായിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങൾക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ SIR എന്ന് പറയുന്നത്. ആ പരിപാടിയാണ് കേരളത്തിൽ നടപ്പാക്കാനിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 മാസം കഴിയുമ്പോൾ ഫെബ്രുവരി 7-ാം തീയതി അന്തിമമായിട്ടുള്ള ഈ വോട്ടർ പട്ടിക പുറത്തു വരും. ആ സമയം അറിയാം ഞാൻ ആ വോട്ടർ പട്ടികയിലുണ്ടോ, നിങ്ങൾ ആ വോട്ടർ പട്ടികയിലുണ്ടോ. നമ്മുടെ പൗരത്വത്തിന്റെ ഭാവി തുലാസിലായിരിക്കുന്നു. ആ തുലാസ് എങ്ങോട്ടാണ് നീങ്ങാൻ പോകുന്നതെന്ന് അറിയണമെങ്കിൽ 3 മാസം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ആ പ്രക്രിയക്കാണ് യഥാർത്ഥത്തിൽ ഇന്ന് ആരംഭം കുറിച്ചിരിക്കുന്നത് എന്നാണ് സർജിക്കൽ സ്ട്രൈക്കിന്റെ അഭിപ്രായം. ആ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ്